ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ ഡേ 2 ആണ്. എന്നിട്ട് ഇതാ നമ്മൾ സെറ്റായേ. രാവിലെ തന്നെ ആയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ കുളിച്ചിട്ടില്ല, ജസ്റ്റ് മേലൊന്ന് കഴിക്കത്തേ ഉള്ളൂ. എന്നിട്ട് ഇതാ സെറ്റായി പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞാൻ ബസ്സിൽ ഇരിക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇപ്പം നൈസിൻ്റെ ലിപ്പാം ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണ്ട് ഇതൊക്കെയാണ്. ബ്രെഡും ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടായിരുന്നു. പതിവില്ലാതെ ഞാൻ നല്ല രീതിക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പോകുന്നത് എടക്കൽ കേവ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇവർ ചുമ്മാ തമാശയ്ക്ക് വേവ് പോകുന്ന പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്, പക്ഷേ ഇത് അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല. അങ്ങനെ നമ്മൾ എടക്കൽ കേവ് എത്തി. അവിടെ നമുക്ക് കുറച്ച് നല്ലോണം നടക്കാനുണ്ടായിരുന്നു. കയറ്റം ആയതുകൊണ്ട് നല്ല പാടായിരുന്നു നടക്കാൻ വേണ്ടി. പിന്നെ ഇതാ നല്ല വെയിലായതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഒരു ക്യാപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ എടക്കൽ കേവിന്റെ എൻട്രൻസ് എത്തുമ്പോഴാണ് അറിയുന്നത് നമ്മൾ ഈ കയറി കയറ്റൊന്നും അല്ല ഇനി നമ്മൾ കയറാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിലും നല്ല ദൂരം ഉണ്ടെന്നുള്ള കാര്യം. സത്യം പറഞ്ഞാൽ നല്ല രീതിക്ക് നമ്മൾ കുഴഞ്ഞു, കാരണം ഇത് അങ്ങോട്ട് കയറി തുടങ്ങിയതേ ഉള്ളൂ. അപ്പം തന്നെ നമ്മൾ ടയേർഡായി. എന്നിട്ട് നമ്മൾ ഇനി ഇതാ ഈ പാറയുടെ ഉള്ളിൽ കൂടാണ് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് പോകുന്നുണ്ടപ്പോൾ എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. ഞാൻ എങ്ങനെയൊക്കെ ഒരു കയ്യിൽ ഫോണൊക്കെ ആയിട്ട് കയറി. കയറിയിട്ടും അവസാനിക്കുന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇതൊന്നും അല്ലാതെ ഇനിയും മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ ഗൈസ് ഇടയ്ക്കൽ കേവിലെത്തി. ഈ ഒരു സംഭവമാണ്, ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കയറി വന്നത്. ഇതിന് പേര് വരാൻ കാരണം രണ്ട് കല്ലുകൾക്കിടയിലായതുകൊണ്ടാണ് ഇതിന് ഇടയ്ക്കൽ കേവ് എന്ന് പറയുന്നത്. ഇവിടെ കുറെ അധികം ചുമർച്ചിത്രം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഈ ഒരു അനിമയുടെ ഷോപ്പിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോകുമ്പോഴേ നോക്കി വെച്ചതാണ് ഈ ഒരു ഷോപ്പ്. എനിക്കിതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇക്കായെ വിളിച്ചിട്ട് ആൾക്ക് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറിനെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ലഞ്ച് കഴിച്ചത് ബിരിയാണി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് കാരാപ്പുഴ ഡാം കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ കൂടുതൽ ആക്ടിവിറ്റീസ് ആണ്. അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് ഈ സ്ലൈഡ് കാണുന്നത്. പിന്നെ എല്ലാവരും അതിനകത്ത് കയറി. എന്നിട്ട് നമ്മളെ ജയന്റ് സിംഗ് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ അഡ്വഞ്ചർ സംഭവങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്, ചെറുതായിട്ട് പേടിയുണ്ട്. അങ്ങനെ നമ്മൾ 3 പേരോടാണ് കേട്ടോ കയറാൻ വേണ്ടിയിട്ട് പോണത്. അതിലോട്ട് കയറി ഇരിക്കുന്ന വരെ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അതിൽ കയറി ഇരുന്നത് ഇത് വലിച്ചോണ്ട് പോകുന്ന ടൈമിലെല്ലാം നെഞ്ച് പടപെടാന്ന് ഇടിക്കുക. ഇതിങ്ങനെ പൊക്കി അവിടെ കൊണ്ട് നിർത്തിയിട്ട് താഴോട്ടൊരു വിടിയിലുണ്ട്. എന്റെ പൊന്നോ, ജീവൻ പോകുന്ന പോലെയാണ്. സത്യം പറഞ്ഞാൽ അതിൽ കയറി ഇറങ്ങിയപ്പോൾ കുറച്ച് ധൈര്യം കിട്ടി. അങ്ങനെ നമ്മൾ അടുത്തത് സിപ്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ ഒരു സിപ്ലൈൻ കേരളത്തിലെ വൺ ഓഫ് ദ ലോങ്സ്റ്റ് സിപ്ലൈൻ ആണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ലൈഫിൽ ഒരു വട്ടമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നിട്ട് അന്നത്തെ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിൽ വന്നു. ഇനി നമ്മൾ പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഫസ്റ്റ് ടൈം പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന ആർഭാടങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പൂളിൽ ചെന്നപ്പോൾ അവസ്ഥയാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ കുറച്ചു നേരം പൂളിൽ ഇറങ്ങി. നമുക്ക് നീന്താൻ അറിയാത്തതുകൊണ്ട് ഇങ്ങനെ കുറച്ചു നേരം വെള്ളത്തിൽ ഇറങ്ങി ഇങ്ങനെ നിന്നു. എന്നിട്ട് നമ്മൾ നേരെ പോയി കുളിച്ചു. എന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നൈറ്റിലത്തെ ഫുഡ് സെറ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമായിരുന്നു, മന്തിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ പരിപാടി ഇതായിരുന്നു. കുറച്ചു നേരം നമ്മൾ അങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്നിട്ട് നമ്മൾ നേരെ റൂമിൽ പോയി.